ഇപ്പോൾ ഇലക്ഷൻ്റെ വർക്ക് നാട്ടുകാരടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ഈ ഈ ശരിക്കും പറഞ്ഞ ഈ പരിഹാസ്യനാകാതെ ഞാൻ റെയിൽവേ കൊണ്ടുവന്നു, ഞാൻ ബൈപ്പാസ് കൊണ്ടുവന്നു, ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ബിഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്രയും നല്ല തമാശ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംവിധായകൻ തിരുത്തും. നോ 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 നോ, അത് വേണ്ട, അത് വേണ്ട, അത് ഓവർ ആക്ഷനാണ്, അത് ലോജിക്കില്ലാത്തതാണ്, അത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ എടുത്ത് ദൂരക്കളയും, ബെഡായി ബംഗ്ലാവ് പൊളിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒത്തൻറ്റിസിറ്റി വേണം. വെറുതെ രാഷ്ട്രീയ ഗിമ്മിക്സുകളിലൊന്നും ഞാൻ നിന്നു കൊടുക്കത്തില്ല. കൊല്ലത്ത് നിയമസഭാ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരാളെ ഉള്ളോ ഇടതുപക്ഷത്തിന് എന്ന് ചോദിക്കുന്നു. മുകേഷിന് വലിയ സംഭവമാണോ? ഇവരെന്നെ ഇങ്ങനെ ഉയർത്തുകയാണ് കാര്യം. അപ്പം ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല, 10 കൊല്ലമായിട്ട് നാട്ടുകാർ പറയുന്നതാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അവർക്ക് മാറ്റി ചിന്തിച്ചൂടെ? വേറെ എത്രയോ പേരുണ്ട്. പിന്നെ ഞാൻ തോൽപ്പിച്ചത് ചെറിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങ് ജയിച്ചു പോയാൽ പോരായിരുന്നു. അപ്പം നാട്ടുകാരെ ഇത് ഒരു പ്രാവശ്യം പൊട്ടക്കണ്ണം മാവേലി ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും, കൊല്ലത്തുള്ള എല്ലാവരും ഇങ്ങനെ പൊട്ടക്കണ്ണന്മാരാണോ മാവേലി എറിഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് മാങ്ങ വീഴ്ത്താൻ? ഇതെല്ലാം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതൊക്കെ വളരെ സങ്കടകരമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവർ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് അന്തസ്സായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ കുറച്ച് വോട്ട് മേടിക്കാൻ നോക്കുക. അല്ലാതെ എതിർ സ്ഥാനാർത്ഥി കലാകാരനാണ്, എതിർ സ്ഥാനാർത്ഥി നർമ്മം അറിയാവുന്ന ആളാണ്, എതിർ സ്ഥാനാർത്ഥി സിനിമയിൽ അഭിനയിക്കുന്നു, TV-യിൽ അഭിനയിക്കുന്നു, എന്തിനാണ് ഇയാൾ? അതൊന്നും അല്ല, അതിൻ്റെ രീതി അതല്ല. അതെല്ലാം നോർമലായിട്ട് സമചിത്തതയോടുകൂടി ചിന്തിച്ച് വിവേകപൂർണമായി പെരുമാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് തന്നെ തോന്നും ഇതെല്ലാം വളരെ ബാലിശമായി പോകും. കലാകാരന്മാരെ അംഗീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, മറ്റൊരു കലാകാരൻ കൂടി മത്സര രംഗത്തുണ്ട്, പ്രധാന കാൻഡിഡേറ്റിൽ ഒരാളായി. അല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ആർക്ക് വേണമെങ്കിലും ജനസേവനത്തിനും ഇലക്ഷനും ഒക്കെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നാട്ടിലുണ്ട്. ഇവരൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ പ്രധാന കാര്യം എവരിബഡി ഈസ് ഈക്വൽ, എല്ലാവർക്കും അവരവരായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അവർക്കതില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ്, എന്ത് മണ്ടത്തരമാണ്. അതൊന്നും പിറ്റി, അത്രയേ ഉള്ളൂ. ഏതൊരു സാഹചര്യത്തെയാണെങ്കിലും കഥകളിലൂടെ മുകേഷ് ഏട്ടൻ അവതരിപ്പിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ 2 തവണയെ നേരിട്ട് കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ മുകേഷ് ഏട്ടൻ്റെ ചൂടും, പുറത്തെ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട്, വിവാദങ്ങൾ, ആ ഒരു ചെറിയ കഥയിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് അതെങ്ങനെ പറയും? അല്ല, കഥയൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വിജയകഥയായിട്ട് പറയാം. ഇപ്പം അത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം സോഷ്യൽ മീഡിയയും അവരുടെ ആൾക്കാരും എല്ലാം ഉണ്ട്. ഒരു മിസ്റ്റേക്ക് എൻ്റെ വായിൽ നിന്ന് വരാനോ എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വരാനോ, അത് കാര്യം വേറെ ഒന്നുമില്ല പറയാൻ. ഇയാൾക്ക് ഇത്രമാത്രം ജനപിന്തുണ എവിടെ നിന്ന് കിട്ടുന്നു? ഇയാൾ എന്തിനാണ് ഇത്രയും മാത്രം വികസനം കൊണ്ടുവന്നത്? ഇദ്ദേഹം എന്തിനാണ് ഇത്രമാത്രം ഗ്ലാമർ കൊല്ലത്ത് കൊണ്ടുവന്നത്? ഇങ്ങനെയൊക്കെ വിലപിക്കാനല്ലാതെ ഒരു മിസ്റ്റേക്ക്. എനിക്ക് ഏറ്റവും വലിയ ചിരിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്ന ഒരു ന്യൂസാണ്. ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങി, വണ്ടിയിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി, ഇനി സ്ഥാനാർത്ഥി സ്വീകരണത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു മാല കൊണ്ടുവന്നു, ഒരു റിബൺ മാല കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് മേടിച്ചകത്തോട്ടിട്ടു. അത് കട്ട് ചെയ്തിട്ട് എതിർ സ്ഥാനാർത്ഥി പൂമാല ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് ഞാനെടുത്ത് ഇങ്ങനെ അകത്തിട്ട് കാണിക്കുന്നു പറഞ്ഞാൽ പാപ്പരത്വമാണ്. വേറൊരു അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്ന സംഭവങ്ങളാണ്. എന്നെപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സംസാരം നിർത്തിയിട്ട് അത് സ്വീകരിച്ച്, അതെല്ലാം ഒരു ജെനുവിനായിട്ട് മനുഷ്യ സഹജമായിട്ട് അത് മാത്രമായിട്ട് എടുത്തിട്ട് അത് TV-യിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമാണ് എനിക്ക്.